ഹായ് SSC GD പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ 12th സെഷനാണ് ഇത്. ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ ചെന്ന് നിങ്ങൾക്ക് അവിടുന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് ആ വീഡിയോസ് എല്ലാം തന്നെ ഒരുമിച്ച് കാണാവുന്നതാണ്. ആൻഡ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ദ തേർഡ് പ്രൊപ്പോർഷണൽ ടു 24 ആൻഡ് 36 ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ രണ്ട് പ്രൊപ്പോർഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അത് മീൻ ചെയ്യുന്നത് നമ്മുടെ മീൻ പ്രൊപ്പോർഷനെ കുറിച്ചായിരിക്കും അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മീൻ പ്രൊപ്പോർഷണൽ റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ എടുക്കാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മീൻ പ്രൊപ്പോർഷൻ ബി ഈസ് ഈക്വൽ ടു √AC എന്നുള്ളതാണ് മീൻ പ്രൊപ്പോർഷന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കിതിനെ B² ഈക്വൽ ടു AC എന്നോ, അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും A:B പ്രൊപ്പോർഷണൽ ടു B:C എന്നെടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അതിലെ തേർഡ് പ്രൊപ്പോർഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സിയുടെ വാല്യൂ ആണ് അവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്. സോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ ഇതിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഓർ എൽസ് ഇതിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടോട്ട് തന്നെ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് B² A എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് വാല്യൂ ആയ 36 ആണ്. സോ 36ന്റെ സ്ക്വയർ ഓർ 36 × 36 എടുക്കാൻ നമുക്ക് അതിനെ ഡിവൈഡഡ് ബൈ നമ്മുടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. സോ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമ്മൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് എടുക്കുമ്പോൾ 24നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് 4 വെച്ചും അതുപോലെ തന്നെ 6 വെച്ചും ക്യാൻസൽ ചെയ്യാം. സോ 4 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 9 എന്നും, ആൻഡ് ദെൻ അതിനെ 6 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 9 × 6 നമുക്ക് ഡയറക്റ്റ്ലി 54 എന്ന് വരും. സോ ആൻസർ ഓഫ് ദ തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് എന്താണ്? 54 ആണ് തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. 54. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ എ ഡിസ്കൗണ്ട് സ്കീം ആഫ്റ്റർ അലൗവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 20%, ഇപ്പം നമുക്ക് ഡിസ്കൗണ്ട് 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആഫ്റ്റർ അലൗവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 20%, there is still a gain of 10%. സ്റ്റിൽ അവിടെ ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. ദ മാർക്ക്ഡ് പ്രൈസ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദി കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ടേംസ് തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടിയത്. ഒന്ന് മാർക്ക്ഡ് പ്രൈസും അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസും. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് ഇല്ലാതെ തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ ഓൾറെഡി പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ. എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും എന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ ഒരു 100 എടുക്കുക രണ്ട് സൈഡിലും. അതിനുശേഷം നമ്മുടെ ഡിസ്കൗണ്ട് എന്നുള്ള ആ ഒരു വാല്യൂ, ആ ഡിസ്കൗണ്ടിന്റെ വാല്യൂവിനെ എടുത്ത് എന്ത് ചെയ്താൽ മതി, നമ്മുടെ CP നിന്ന് മൈനസ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്നുള്ള വാല്യൂവിനെ എടുത്ത് നമ്മുടെ MPയുടെ ഇവിടെ പ്ലസ് ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ്ലി CP MPയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് 100 മൈനസ് ഡിസ്കൗണ്ടിന്റെ വാല്യൂ 20 ആണ്. സോ 100 മൈനസ് 20 നമുക്ക് 80 എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ 100 പ്ലസ് നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് 10% ആണ്. സോ 110 എന്ന് വരും. സോ ഇവിടെ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോനെ കുറച്ചുകൂടി സിമ്പിൾ ആക്കുമ്പോൾ 8:11 എന്നായിരിക്കും വരുന്നത്. ഇനി ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എടുക്കണം. സോ ഇവിടുത്തെ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്കവിടെ ചോദിച്ചിരിക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര പെർസെൻറ്റേജ് മോർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര മോർ ആണ് എന്നുള്ളത് നമ്മൾ എടുത്തു അല്ലെ. എത്ര ആണ്? 3 ആണ്. ഇനി ആരെ വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം ദാൻ കോസ്റ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരെ വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്? കോസ്റ്റ് പ്രൈസ് വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ കോസ്റ്റ് പ്രൈസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3/8 എന്ന് വരും. ആൻഡ് 3/8ന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 37.5% ആണ്. സോ ദ ആൻസർ ഇസ് 37.5%. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹർഷേ ബ്രോട്ട് എ ന്യൂ ഷർട്ട് അറ്റ് ദി സ്റ്റോർ വെൻ ദേ ആർ ഗിവിംഗ് എ 40% ഡിസ്കൗണ്ട്. നമുക്ക് അവിടെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. ഇഫ് ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ദി ഷർട്ട് വാസ് ₹2,999. സോ MRP എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് ₹2,999 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പാറ്റേൺ കൂടിയാണ് ഈ 999 ഓർ 99 എന്ന് പറയുന്ന പാറ്റേൺ. പക്ഷേ ഒരിക്കലും ക്വസ്റ്റ്യനിൽ നമുക്ക് ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കാൽക്കുലേഷനിൽ ആ വാല്യൂ എടുക്കല്ല.
ബിക്കോസ് അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കും. നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള ആ റൗണ്ടഡ് വാല്യൂ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ആൻസർ ഉറപ്പായിട്ടും വളരെ അടുത്തായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ആൻസേഴ്സ് ജസ്റ്റ് നോക്കി മാർക്ക് ചെയ്താൽ മാത്രം മതി. സോ 2999 എന്നാണ് അവർ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3000 എടുത്തായിരിക്കും ക്വസ്റ്റിനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ ഹൗ മച്ച് ഡിഡ് ഹർഷി പേ വിത്ത് ദി ഡിസ്കൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹർഷി ആ ഷർട്ടിന് വേണ്ടി എത്ര ഡിസ്കൗണ്ട് കൂടി ചേർത്തിട്ട് എന്ത് വിലയ്ക്കാണ് വാങ്ങിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് കണ്ടുപിടിക്കാം. അപ്പോൾ ആ സെല്ലിംഗ് പ്രൈസ് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, മാർക്ക് പ്രൈസ് എടുക്കുക, എന്നിട്ട് 40% ഡിസ്കൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ 40% ഡിസ്കൗണ്ട് ആണ് പോകുന്നതെങ്കിൽ ശരിക്കും അവിടെ പേ ചെയ്യുന്ന എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം, 60% ആയിരിക്കണം. ഡിസ്കൗണ്ട് 40% ആണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പേ ചെയ്യുന്നത് 60% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 3000ന്റെ ആ ഒരു 60% എടുത്താൽ ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ പെർസെൻറ്റേജും ഈ സീറോസും ക്യാൻസൽ ചെയ്യാം. 3 × 6 18 എന്ന് വരും. റിമൈനിങ് 2 സീറോസ് ഉണ്ട്. സോ 1800 ആണ് നമ്മുടെ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ വളരെ അടുത്തുള്ള ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, 1799.40. ഇതിന്റെ വളരെ അടുത്തുള്ള ആൻസർ. സോ എപ്പോഴും ഈ ഒരു കാര്യം മറന്നുപോലെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ ഒരു 999 പാറ്റേണിനെ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യല്ല. എപ്പോഴും ഇതിന്റെ നെക്സ്റ്റ് റൗണ്ടഡ് നമ്പർ എടുത്താണ് നമ്മൾ എപ്പോഴും ക്വസ്റ്റിനെ നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത എഗെയിൻ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ല ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എ മാൻ സോൾഡ് 2 ചെയർ ഫോർ ₹475 ഈച്ച്. എന്താ ചെയ്യുന്ന, ഒരു മാൻ 2 ചെയർ സെല് ചെയ്യുന്നത്, സെല്ലിംഗ് പ്രൈസ് 2 ചെയറിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ₹475 ഓരോ ചെയറിനെയും സെല്ല് ചെയ്യുന്നത്. ആൻഡ് അവിടെ പറയുന്നത് ഗെയിനിങ് 25% ഓൺ 1. അപ്പൊ ആദ്യമേ സെല്ല് ചെയ്യുമ്പം അവിടെ 25%ന്റെ പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ലൂസിങ് 20% ഓൺ ദി അതർ. രണ്ടാമത്തെ സെല്ല് ചെയ്യുമ്പോൾ അവിടെ 20% ലോസ് ആണ് സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഹാഡ് ഹി സോൾഡ് ദ 2 ചെയർസ് ഫോർ ₹575 ഈച്ച്, വാട്ട് വുഡ് ഹാവ് ബീൻ ഹിസ് ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു അടുത്തൊരു കണ്ടീഷൻ കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി ഇവിടുത്തെ ആ ഒരു കോസ്റ്റ് പ്രൈസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇത് വെച്ച് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രത്തോളം നമുക്ക് അവിടെ പ്രോഫിറ്റ് കൂടുതൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ലോസ് കൂടുതൽ വരുന്നുണ്ട്, ആൻഡ് അതിന്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ആർട്ടിക്കിൾസിന്റെയും ശരിക്കുള്ള കോസ്റ്റ് പ്രൈസ്, അതിന്റെ ശരിക്കുള്ള വില എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് 25% പ്രോഫിറ്റുള്ള വാല്യൂ ആണ്. ഇത് 25% പ്രോഫിറ്റുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 125% ആയിരിക്കും ഓഫ് ദ റിയൽ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് നമ്മുടെ CP കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടി എത്രയേ ഉള്ളൂ, ആ 475 എന്ന് പറയുന്നത് 125% ആണ്. അങ്ങനെയാണെങ്കിൽ 100% എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നമുക്ക് അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ 125ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 എന്നും ഇവിടെ 5 എന്നും വരും. ഇവിടുത്തെ ഈ 5ഉം 475 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് 95 എന്ന് വരും. സോ 95 × 4 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. സോ നമുക്ക് അത് ഇങ്ങോട്ടേക്ക് എഴുതാം. സോ 95 × 4 എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 380 എന്ന് വരും. ഇനി അടുത്ത കേസിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇത് 20% ലോസിലുള്ള വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ 20% ലോസ് എന്ന് പറയുമ്പോൾ അത് 80% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ 475 എന്ന് പറയുന്നതാണ് 80%. സോ ബൈ 80. പിന്നെ റിയൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി, 100%. അങ്ങനെയാണെങ്കിൽ അഗെയിൻ സെയിം പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 എന്നും നമുക്ക് ഇവിടെ 5 എന്നും എടുക്കാം. അഗെയിൻ ഈ 4ഉം 475 കൂടി ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 119 അപ്രോക്സിമേറ്റ്ലി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ 119 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 500, ദെൻ 19 × 5 95. സോ 595 എന്ന് വരും. സോ നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ശരിക്കുള്ള വില എന്ന് പറയുന്നത്, അതിന്റെ ശരിക്കുള്ള കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇത് രണ്ടുകൂടി ഒന്ന് പ്ലസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 5, ദെൻ നമുക്ക് ഇവിടുന്ന് 7 ആൻഡ് ദെൻ നമുക്ക് ഇവിടുന്ന് 975 ആണ് അതിന്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ഇനി അവിടെ നമ്മളോട് ചോദിക്കുന്നത് ഇതേ ആർട്ടിക്കിൾസിനെ ഓരോ ആർട്ടിക്കിളിനെയും 575 റുപ്പീസിനാണ് ഓരോന്നും വിൽക്കുന്നെങ്കിൽ എത്രത്തോളം അവിടെ പ്രോഫിറ്റ് ഓർ ലോസ് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂ സെല്ലിംഗ് പ്രൈസ്, ന്യൂ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2 × ഓരോ ആർട്ടിക്കിളും 575 ആണ് വിൽക്കുന്നത്. സോ 2 എണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ 2 × 575. സോ അതെന്ന് പറയുന്നത് 1000ഉം ദെൻ 150. അപ്പോൾ 1150 എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്, ഇതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. രണ്ടും തമ്മിലുള്ള വേരിയേഷൻ ചെക്ക് ചെയ്ത് നോക്കിക്കേ.
രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു 150യും ഇവിടുന്ന് ഒരു 25 കുറവും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 175 ഡിഫറൻസ് ആണ് വരുന്നത്. ആൻഡ് അത് പ്രോഫിറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനിൽ നിന്ന് ആ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഒരു ഓപ്ഷൻ മാത്രമേ ലോസിലുള്ളൂ, സോ അത് വരത്തില്ല. ഇനി ശരിക്കുള്ള 3 ഗെയിൻ ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എടുക്കാൻ വേണ്ടി പ്രോഫിറ്റ് എത്രയാണ്, 175 ആണ്. എത്രയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, ഡെഫിനറ്റ്ലി കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 975. ദെൻ പെർസെൻറ്റേജ് ആയിട്ട് ഇൻറ്റു 100. ഇനി വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. എങ്ങനെ, നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ബാക്കി 3 ആൻസേഴ്സ് ചുമ്മാ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. എക്സാമിൽ എക്സാക്ട്ലി സെയിം ഓപ്ഷൻസ് ആണ് കൊടുത്തിരുന്നത്. സോ ഒരു ഓപ്ഷൻ 45%, അടുത്തത് 41%, പിന്നെ ഒരെണ്ണം 18%. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 45 41 വരുന്നെങ്കിൽ ഈ താഴത്തെ വാല്യൂയുടെ ഏകദേശം പകുതി അല്ലെങ്കിൽ പകുതിയോട് അടുപ്പിച്ചുള്ള ഒരു വാല്യൂ ആയിരിക്കണം ഇവിടെ മുകളിൽ വരുന്നത്. പക്ഷേ അവിടെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം, ഈ 975 അല്ലെങ്കിൽ ഈവൻ 900ന്റെ പകുതി എന്ന് പറയുന്നത് 450 നിങ്ങൾക്ക് ആ 450ന്റെ അടുത്ത് പോലും ഇല്ല. ഓക്കെ, ബട്ട് താഴെ 900 അല്ല 975 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ 40%, 41%, 45% ഒന്നും ഒരിക്കലും ആൻസർ വരത്തില്ല. സോ ഇപ്പോൾ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, 18% ആണ് പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി കുറച്ച് വലിയ ക്വസ്റ്റൻ ആയിരുന്നെങ്കിലും ഓപ്ഷൻ കൂടി നമ്മൾ യൂസ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആൻസർ വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൂടി യൂസ് ചെയ്ത് പോയതിനു മുമ്പ് പലവട്ടം നമ്മൾ വീഡിയോസിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഓപ്ഷൻസ് കൂടി യൂസ് ചെയ്യണം എപ്പോഴും എന്ന് ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നമ്മുടെ ആവറേജിന്റെ ഒരു ക്രിക്കറ്റിന്റെ ഇന്നിങ്സിന്റെ ക്വസ്റ്റൻ ആണ്. A batsman makes a score of 97 runs in 15th innings and thus increases his average by 5. Find his average after 15th innings. അപ്പോൾ ആദ്യം ഒരു 14 ഇന്നിങ്സ് പോയിട്ടുണ്ട്, അതിന്റെ ആവറേജ് എത്ര എന്ന് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് അതിനെ എച്ച് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും, 14 × എച്ച് ആയിരിക്കും. അപ്പോൾ 14 ഇന്നിങ്സ് മൊത്തം ആവറേജ് റൺ എക്സ്. അങ്ങനെയാണെങ്കിൽ 14 × എച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും, മൊത്തം 14 ഇന്നിങ്സിലെയും മൊത്തം റണ്ണ് കിട്ടും. അതുകൂടാതെ 15ാമത്തെ ഇന്നിങ്സിൽ എത്ര റൺ എടുത്തിട്ടുണ്ട്, 97 എടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മൊത്തം ആവറേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ഡിവൈഡഡ് ബൈ 15 ആയിരിക്കും. മൊത്തം 15 ഇന്നിങ്സ് ആയിട്ടുണ്ട്. ആൻഡ് എന്താ പറഞ്ഞേക്കുന്നത്, ആ 15ാമത്തെ ഇന്നിങ്സ് കാരണം നമ്മുടെ ശരിക്കും ഉണ്ടായിരുന്ന ആവറേജ് ആയ എക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5 കൂടുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ആവറേജ് എന്തായിരിക്കും, x+5 ആയിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഈ എക്സ് സോൾവ് ചെയ്യാം. എക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ 15th ഇന്നിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, x+5. ആ കിട്ടുന്ന x+5 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന്റെ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ആൻസർ എടുക്കാനാണെങ്കിൽ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു 97 റൺസ് കാരണം 15th ഇന്നിങ്സിൽ എടുക്കുന്ന 15ാമത്തെ ഇന്നിങ്സിൽ എടുക്കുന്ന ആ 97 റൺസ് കാരണം എല്ലാവരുടെയും ആവറേജ് എത്ര വെച്ച് കൂടുന്നുണ്ട്, 5 വെച്ച് കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള 14 എണ്ണത്തിന്റെയും ആവറേജ് എത്ര വെച്ച് കൂടുന്നുണ്ട്, 5 വെച്ച് കൂടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ അവിടെ ആവറേജ് എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും ആണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പുള്ള 14 എണ്ണത്തിന് 5 വെച്ച് കൂടുമ്പോൾ മൊത്തം കൂടുന്ന എത്രയാണ്, 14 × 5 70 അല്ലേ മൊത്തം കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ 15ാമത്തെ ഇന്നിങ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഇപ്പം മൊത്തം പുതിയ റൺസ് എത്രയാണ്, 97 ആണ്. അതിൽ നിന്ന് നേരത്തെ ആ ഒരു പറഞ്ഞ കൂടിയത് എത്രയാണ്, 70 ആണ്. സോ അതങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, 27 വരും. അപ്പൊ 27 എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നിങ്സ് കൂടി കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ സംഭവിക്കുന്ന ആവറേജ്. ബിക്കോസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പഴയത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ആ 27ൽ നിന്ന് 5 കൂടി കുറച്ചാൽ മതി, നമുക്ക് ആൻസർ 22 എന്ന് വരും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ബാക്കിയുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ആയി പോയി. ഓക്കെ, ബാക്കിയുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ആയി പോയോണ്ടാണ് ഈ 97 റൺസ് വരുമ്പോൾ അവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്ന എന്ത് ചെയ്തു, ബാക്കിയുള്ള 14 എണ്ണത്തിന് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ട് ആയത് എത്ര വെച്ചാൽ 5 വെച്ചാണ് ക്ലിയർലി പറയുന്നുണ്ട്, ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് 5 വെച്ച് ആവറേജ് കൂടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പുള്ള 14 എണ്ണത്തിന് എന്ത് കൂടിയിട്ടുണ്ടായിരിക്കും, 5 വെച്ച് കൂടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം കൂടിയത് എത്രയാണ്, 14 × 5 70 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 70 അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നുള്ള 15ാമത്തെ ഇന്നിങ്സിന്റെ ആവറേജ് എത്ര ആയിരിക്കും, 27 ആയിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ പുതിയ ആവറേജ് എന്തായിരിക്കും, 27 ആയിരിക്കും. ബിക്കോസ് അതേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതർവൈസ് നിങ്ങൾക്ക് അവിടെ സൈഡിൽ കാണുന്ന അതൊന്ന് സോൾവ് ചെയ്താൽ മതി. അത് സോൾവ് ചെയ്യാനും വലിയ സമയം എടുക്കത്തില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആൻസർ നമുക്ക് അവിടെ നിന്ന് വരാൻ പോകുന്നത് 27 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ
ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. നമുക്ക് അവിടെ 22 ഉണ്ടെങ്കിൽ അതും അറിയാതെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 22 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷനിൽ 22 ഉണ്ടെങ്കിൽ അറിയാതെ 22 മാർക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഇമ്പോർട്ടന്റ്. 22 അല്ല ആൻസർ. നമുക്കവിടെ ബിഫോർ അല്ല ചോദിച്ചിരിക്കുന്നത്, ആഫ്റ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ +5 കൂടി നമുക്ക് അവിടെ വരും. നേരത്തെ ബിഫോർ ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? നമ്മുടെ ഈ എക്സ് ആൻസർ ആയിട്ട് വന്നേനെ ബിഫോർ ആയിരുന്നെങ്കിൽ. പക്ഷെ ആഫ്റ്റർ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ x+5 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ GDയുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത്. സോ ഇതിന് മുമ്പുള്ള സെഷൻസിന്റെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് വരാനിരിക്കുന്ന സെഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് CGLന്റെയും അതുപോലെ തന്നെ റെയിൽവേയുടെ ഒക്കെ സെഷൻസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വരുന്ന സെഷൻസ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്